നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ചയിൽ CPIക്ക് അതൃപ്തി. മുന്നണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്ന ആക്ഷേപം. ജയരാജനെതിരെ നടപടി ആവശ്യപ്പെടും. നാളത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായേക്കും. BJPയിലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് S രാജേന്ദ്രൻ. തന്നെ ആരും ഭീഷണിപ്പെടുത്തി CPIMൽ നിർത്തിയിട്ടില്ല. ജാവദേക്കറെ കണ്ടതിനു ശേഷം മറ്റാരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും രാജേന്ദ്രൻ. സംസ്ഥാനത്ത് 3 കൊലപാതകങ്ങൾ. കൊച്ചിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഒരാളെ കുത്തിക്കൊന്നു. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. ചീട്ടുകളിക്കിടെ കോട്ടയം പാലയിൽ യുവാവ് കൊല്ലപ്പെട്ടു. കൊല്ലം പത്തനാപുരം കടശ്ശേരി വനത്തിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. ചരിഞ്ഞത് വെള്ളം ലഭിക്കാതെയെന്ന് സംശയം. വയനാട് പനമരത്ത് കാപ്പിത്തോട്ടത്തിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ വൈദ്യുതാഘാതമേറ്റതെന്ന് നിഗമനം. 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ജാഗ്രത. മെയ് 1 വരെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കണ്ണൂരിൽ സൂര്യാഘാതമേറ്റ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഗുജറാത്തിന്റെ എതിരാളികൾ ബംഗളൂരു. ചെന്നൈ ഹൈദരാബാദ് പോരാട്ടം രാത്രി 7:30. വിശദമായി തന്നെ നോക്കാം. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ CPIക്കും അതൃപ്തി. EPയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. CPIM നടപടിയെടുത്തില്ലെങ്കിൽ നടപടി ആവശ്യപ്പെടാനും CPI നീക്കമുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരാനിരിക്കെയാണ് ഇപ്പോൾ CPIയുടെ ഭാഗത്തു നിന്നും ഒരു അതൃപ്തി എത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? CPIയും വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയാണ് ഈ പ്രകാശ് ജാവദേക്കറും EP ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒരേപോലെ തന്നെ നേരത്തെ അതൃപ്തി